ഫൈനലി അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ കളി ജയിക്കുക തന്നെ ചെയ്തു. വേറൊരു ദിവസമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ കളി തോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. കാരണം രാജസ്ഥാൻ യുണൈറ്റഡ് അത്രമേൽ അവസരങ്ങൾ ഈ കളിയിൽ ഉണ്ടാക്കി. വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് പെർഫോമൻസുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു മത്സരത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ISL ഈ കൊല്ലം നടക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയ സീസണാണ് വരാൻ പോകുന്നത്. സൂപ്പർ കപ്പിൽ ഇത്ര മത്സരങ്ങൾ ഉണ്ടാവും. ഹോപ്പ്ഫുള്ളി നമ്മൾ നോക്കൗട്ട് സ്റ്റേജിൽ എത്തിയ 3-ൽ കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ISL ഒരു ഫുൾ ലെങ്ത് ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിലും ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു 90 മിനിറ്റ് കൊണ്ട് നമ്മുടെ സീസൺ ഡിഫൈൻ ആവാനൊന്നും പോകുന്നില്ല. ഈ ഒരു 90 മിനിറ്റിൽ ചിലർ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ചിലർ മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവാം. അതൊരിക്കലും ഒരു അടിവരയിട്ട് പറയേണ്ട കാര്യമല്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീരുമാനങ്ങളോ മുദ്ര കുത്തപ്പെടേണ്ട കാര്യങ്ങളോ അല്ല. തീർച്ചയായിട്ടും സീസൺ മുന്നോട്ട് പോകുന്തോറും പെർഫോമൻസുകൾ ഇനിയും ബെറ്റർ ആവാം, ചിലപ്പോൾ പെർഫോമൻസുകൾ ഇനിയും മോശമാവാം. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം ഈ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ടീം സെലക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ മാച്ചിന്റെ ലൈനപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ ഞാനൊന്ന് കിടുങ്ങിപ്പോയി. കാരണം നോവ ലൈനപ്പിലില്ല, ടിയാഗോ ലൈനപ്പിലില്ല. ടിയാഗോ ആക്ച്വലി സ്ക്വാഡിലേ ഇല്ല. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു പ്ലെയർ എങ്ങനെയെങ്കിലും ഈ ലൈനപ്പിലേക്ക് വരും. എവിടെ കളിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു വിങ്ങിൽ പുള്ളി ഉണ്ടാവുമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. സത്യം പറഞ്ഞാൽ സന്ദീപും സഹീഫും ഫുൾ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലൈനപ്പിൽ നമ്മൾ ഇന്ന് കളിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള സീസണുകളിലെല്ലാം ഇങ്ങനെയുള്ള കപ്പ് കോമ്പറ്റീഷനുകളിൽ നമ്മുടെ ടീം സെലക്ഷൻ ആയിക്കോട്ടെ, നമ്മുടെ മെന്റാലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു പക്ഷേ ഒരു ടൈറ്റിൽ അടിക്കേണ്ട ടീമിന്റെ മെന്റാലിറ്റിയോ പ്ലേയിങ് സ്റ്റൈലോ അല്ലെന്നൊക്കെ വളരെ പരസ്യമായിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലൈനപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതിപ്പോൾ അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. കാരണം ഇന്നത്തെ കളി നമ്മൾ ജയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ കളി നമ്മൾ തോക്കുകയാണെങ്കിൽ ആക്ച്വലി ആ ഒരു ആർഗ്യുമെന്റ് പിന്നെ മുന്നോട്ട് വരും. എന്തുകൊണ്ട് കാറ്റല ഈ ഒരു ടീമിനെ സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ലൈനപ്പ് ചെയ്തു, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് പുതിയ സൈനിങ്ങുകൾ നമുക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുത്തു എന്നുള്ളത്. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ ജയിച്ചു, കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു, അങ്ങനെ തന്നെ എടുത്തു പറയണം. കാരണം ഈ ഒരു പെർഫോമൻസ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഭയങ്കര വാദോരാതെ സംസാരിക്കാനും ഭയങ്കര ഹൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഇതൊരു നോർമൽ പെർഫോമൻസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് എന്ന രീതിക്ക് ഓരോ കളിക്കും അനുയോജ്യമായ തനിക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന ലൈനപ്പ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കാറ്റലൊക്കെ ഉണ്ട്. പക്ഷേ റിസൾട്ട് മുഖ്യം ബിഗിലെ. ഒരു ട്രോഫി പോലും അടിക്കാത്ത ക്ലബ് എന്ന ചീത്തപ്പേര് നമ്മുടേത് മാത്രമാണ്. ആൻഡ് അതിനൊരു അവസാനം വരണമെന്ന് ഈ ക്ലബിന്റെ ഓരോ ഫാനും അകമഴിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എറണാകുളത്ത് ഇരുന്നുകൊണ്ട് ഗോവയിലെ ട്രെയിനിങ് ക്യാമ്പിൽ എന്താണ് നടക്കുന്നത്, അവിടെ ഓരോ പ്ലെയർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ബട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ലൈനപ്പ് വെച്ചിട്ട് നമുക്ക് അധികം മുന്നോട്ട് പോകാനാവില്ല. ഇന്ന് 10 പേര് മാത്രമുള്ള രാജസ്ഥാൻ നമ്മുടെ ഡിഫൻസിനോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ നാളെ ഒരു ക്വാളിറ്റി ഓപ്പോസിഷനെ നമ്മൾ നേരിടുമ്പോൾ ഇങ്ങനെയുള്ള അലസതകൾ അവരെന്തായാലും പണിഷ് ചെയ്യും. ഒരു കപ്പ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടൈം എന്നുള്ള ഒരു ലക്ഷറി നമുക്കില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ ബെസ്റ്റ് 11 അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് 11 നമ്മൾ കണ്ടുപിടിക്കണം. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടീമിലേക്ക് ഇപ്പോൾ പുതിയ കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. കുറച്ച് പേര് ലോണിന് പോയവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ അസംബിൾ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ 11 കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നമ്മുടെ ബെസ്റ്റ് 11 അല്ല. കാറ്റലയുടെ ടീം സെലക്ഷൻ പോലെ തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ടാക്ടിക്സും പ്ലേയിങ് സ്റ്റൈലും. കുറച്ചൊന്ന് റിജിഡ് ആയിട്ട് നിന്നിട്ട് 2 ഫുൾ ബാക്കിനെയും നമ്മുടെ ഹാഫിൽ തന്നെ ഡീപ്പായിട്ട് നിർത്തി ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് കാറ്റല ഈ മത്സരം തുടങ്ങിയത്. ഗോൾ അടിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഗോൾ നമ്മൾ എന്തായാലും വഴങ്ങില്ല എന്നുള്ളൊരു മെന്റാലിറ്റി. ആൻഡ് പുള്ളീനെ അതിൽ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കഴിഞ്ഞ കൊല്ലം ഈ ഡിഫൻസിന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ കളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ലോക ഫുട്ബോളിൽ ഈ ഒരു അപ്രോച്ച് ഏറ്റെടുത്ത ഒരുപാട് ടീമുകൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടീമിൽ നിലവിലുള്ള ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ആയിക്കോട്ടെ എല്ലാവരും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ താല്പര്യമുള്ള പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്ര നാൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു സംശയം ഇതിലുണ്ട്. ഒരു കോച്ചിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്റെ കയ്യിലുള്ള പ്ലെയേഴ്സിന്റെ ബെസ്റ്റ് എബിലിറ്റികൾ മനസ്സിലാക്കുക,
ടീം അങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നൗ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം, കാരണം ഒരുപക്ഷെ നമ്മൾ ഈ കളി ഭയങ്കര ഓപ്പൺ ആയിട്ട് കളിച്ച് നമ്മൾ 2 ഗോളുകൾ അടിക്കുകയും അവർ തിരിച്ച് 3 ഗോളുകളും അടിച്ച് നമ്മൾ ഒരു പോയിന്റ് പോലും നേടാനാവാതെ ഈ മത്സരം തോറ്റു തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെയൊന്നും പറയില്ല. ആൻഡ് തീർച്ചയായിട്ടും ആ ഒരു പ്രാക്ടിക്കാലിറ്റി മാത്രം നോക്കുകയാണെങ്കിൽ ഞാൻ കാറ്റലയുടെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഒരു സീസൺ ഉടനീളം നമുക്കിങ്ങനെ ബാക്ക് ഫുട്ടിൽ കളിച്ചുകൊണ്ട് എത്രത്തോളം നമ്മുടെ ക്ലബിന് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ കളികളിൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണം, നമ്മൾ ഫ്രണ്ട് ഫുട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിഫൻസിൽ വളരെ ക്ലീൻ ആയിട്ട് വളരെ നീറ്റ് ആയിട്ട് മിസ്റ്റേക്കുകൾ വരുത്താതെ കളിക്കുന്ന ടീം ആയിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ടീം അല്ല നമ്മൾ. ഞാനിപ്പോൾ പറഞ്ഞ ഈ ടാക്ടിക്കൽ റിജിഡിറ്റി ഇല്ലേ, അത് ആക്ച്വലി അടുത്ത പോയിന്റിലേക്ക് കടക്കാനുള്ള നല്ലൊരു ഓപ്പണിംഗ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കാറ്റല ഈ ഒരു അപ്രോച്ച് ഏറ്റെടുക്കാൻ കാരണം നമ്മുടെ ടീമിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോൾ വിന്നിംഗ് മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ള പൂർണ്ണ ബോധം പുള്ളിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സഹീഫൊക്കെ കഴിഞ്ഞ കൊല്ലം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പ്രോഗ്രാം ചെയ്ത ഒരു പ്ലെയറിനെ പോലെയാണ് സ്റ്റാറയുടെ കീഴിൽ കളിച്ചത്. ഇവിടെയാണെങ്കിൽ സന്ദീപിനെയും സഹീഫിനെയൊക്കെ ആ ഒരു ഫ്രീഡം നൽകാതെ കാറ്റല വളരെ കോമ്പാക്റ്റ് ആയിട്ട് തന്റെ സെന്റർ ബാക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെന്ററിൽ ഒരു നല്ല ബോൾ വിന്നർ ഇല്ലാത്തതിന്റെ പ്രശ്നം ഈ ഒരു മത്സരത്തിൽ ത്രൂ ഔട്ട് നമ്മൾ അനുഭവിച്ചു. രാജസ്ഥാന്റെ ആ ഒരു ഗാനായൻ മിഡ്ഫീൽഡർ എബനീസർ റമോ, പുള്ളി ആക്ച്വലി നമ്മുടെ ഹാഫിൽ ഒരുപാട് ടൈമും സ്പേസും ബോളിൽ എൻജോയ് ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിൽ അവർ 10 പേരായിട്ട് ചുരുങ്ങിയപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ പലപ്പോഴും കൗണ്ടർ അറ്റാക്കിൽ നമ്മൾ എക്സ്പോസ് ആവുമെന്നുള്ള ആ ഒരു ഭയം അത് വളരെ പ്രകടമായിരുന്നു. അതിന് ഒരേ ഒരു കാരണമുള്ളൂ, അങ്ങനെ ഒരു ട്രാൻസിഷൻ വന്നാൽ ഡീൽ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഡിഫൻസീവ് മിഡ്ഫീൽഡർ നമ്മുടെ കൂടെ ഇല്ല. ആൻഡ് അങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനിൽ നമ്മൾ ആക്ച്വലി ഓൾമോസ്റ്റ് എക്സ്പോസ്ഡും ആയി. റോബിൻസൺ ജൂനിയർ അവിടെ ആ ഒരു ക്രോസിലോട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ, അവിടെ ആ ഒരു ഗോൾ രാജസ്ഥാൻ നേടിയിരുന്നെങ്കിൽ കളി അവിടെ മാറിയില്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തോട് ഒരുപാട് പേര് യോജിക്കില്ല, പക്ഷെ എന്നാലും എനിക്കിതെടുത്ത് പറയണമെന്ന് തോന്നി. ഇങ്ങനൊരു ജയം വരുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മറക്കും. ചിലപ്പോൾ നമ്മളത് കാണാത്തതായിരിക്കാം, ചിലപ്പോൾ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 5-6 മാസത്തിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബ് കളിക്കുന്നു. ആൻഡ് കളിയുടെ അവസാന നിമിഷം നമ്മുടെ പുതിയ 2 സൈനിങ്ങുകൾ കമ്പൈൻ ചെയ്ത് നമ്മളൊരു വിന്നിംഗ് ഗോൾ നേടുന്നു. ഇമോഷണലി നമ്മൾ ഭയങ്കര ചാർജ്ഡ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇമോഷണലി ഡ്രിവൻ ക്ലബ്ബ് ആണെന്നുള്ളതിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാനോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും നമ്മൾ ഈ ഒരു ജയത്തിന്റെ മറവിൽ അത് പോട്ടെ അല്ലെങ്കിൽ കുഴപ്പമില്ല അടുത്ത കളിയിൽ സെറ്റ് ആവുമായിരിക്കും, അല്ലെങ്കിൽ അത് എടുത്തു പറയേണ്ട കാര്യമില്ല, നമ്മുടെ ടീം ഇത്രയും നാളിന് ശേഷം ഒരു കളി ജയിച്ചിട്ട് ഈ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ മോശമല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഐ റെസ്പെക്ട് ഇറ്റ്. എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അതെല്ലാം ഓക്കെയാണ്. നമ്മൾ ഈ കളിയിൽ ഗോൾ കൺസീഡ് ചെയ്തില്ല, ഹുവാൻ ഒരു വിന്നിംഗ് അസിസ്റ്റ് നേടി, 90 മിനിറ്റ് കളിച്ചു, ബോൾ നല്ലോണം ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്തു, അതെല്ലാം ഓക്കെ. പക്ഷേ ഈ ഒരു മാച്ച് കൊണ്ട് മാത്രം ഹുവാന്റെ ഒരു ലെവലിനെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ ആക്ച്വലി ഹുവാൻ നേടിയ ആ ഒരു അസിസ്റ്റ് മറന്നു കളയുക, എന്നിട്ട് വളരെ ന്യൂട്രൽ ആയിട്ട് ഹുവാന്റെ പെർഫോമൻസിനെ കളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും ഇതൊരു വലിയ മികച്ച പെർഫോമൻസ് ഒന്നുമല്ല, ഒരു ഓക്കെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ്. ഞാനിത് പറയുന്നത് എനിക്ക് ഹുവാനെതിരെ എന്തെങ്കിലും അജണ്ട ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാനോ ഒന്നുമല്ല. ഇൻഫാക്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്കിനെ ഞാൻ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന്. ആൻഡ് ആ ഒരു ക്വാളിറ്റി ഉള്ള ഹുവാൻ തീർച്ചയായിട്ടും ആ ഡ്യൂട്ടി വളരെ നല്ലോണം ചെയ്തു. ആൻഡ് അതിൽ ഞാൻ ഹാപ്പിയുമാണ്. ഗോൾ കിക്കിന്റെ സമയത്ത് വരെ നോറയിൽ നിന്നും ബോൾ റിസീവ് ചെയ്ത് കളി ബിൽഡ് ചെയ്തു. ലോ പാസ് ആയിക്കോട്ടെ, ഗ്രൗണ്ട് പാസ് ആയിക്കോട്ടെ, ബോളായിട്ട് ഡ്രിബിൾ ചെയ്ത് വരികയായിക്കോട്ടെ, എല്ലാത്തിലും ഹുവാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് തോന്നി. ബട്ട് നിങ്ങളൊരു നല്ല ഡിഫൻഡറിനെ അല്ലെങ്കിൽ നല്ലൊരു സെന്റർ ബാക്കിനെ നോക്കുകയാണെങ്കിൽ അവർക്കുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉടലെടുക്കുക എന്നുള്ള ചെറിയൊരു സൂചന ലഭിക്കുമ്പോൾ തന്നെ അവർ ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര അലേർട്ടായിരിക്കും. ആ ഒരു ഡേഞ്ചറിന്റെ മണം അടിക്കുമ്പോൾ തന്നെ അവരവിടെ വന്ന് ആ ഒരു പ്രശ്നം മുളയിലെ നുള്ളാൻ ശ്രമിക്കും. ബട്ട് ഈ ഒരു മത്സരത്തിൽ അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ ഹുവാൻ റിയാക്ട് ചെയ്യാൻ ഒരു ഇത്തിരി സ്ലോ ആയിരുന്നു. ചിലപ്പോൾ ഇതൊരു മാച്ച് ഷാർപ്നെസിന്റെ പ്രശ്നമായിരിക്കാം. ഇത്രയും വലിയൊരു ഓഫ് സീസൺ കഴിഞ്ഞിട്ട് ഈ പ്ലെയർ വരികയാണ്, ഈ ഒരു കണ്ടീഷനിലോടൊക്കെ അഡാപ്റ്റ് ആവുന്നേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം ആ ഒരു ഷാർപ്നെസ്സിൽ ചെറിയൊരു പ്രശ്നം നമുക്ക് തോന്നിയത്. പക്ഷെ എന്നാലും ഈ ഒരു മാച്ചിലെ 2 സിറ്റുവേഷനിൽ ഹുവാന്റെ ഈ ഒരു വീക്ക്നെസ് നമുക്ക് കാണാനുണ്ടായി. ആദ്യം കളിയുടെ തുടക്കത്തിൽ ദാനിഷ് നമ്മുടെ ഹാഫിൽ നിന്ന് തന്നെ ഒരു ലോങ് പാസ് അറ്റംപ്റ്റ് ചെയ്ത് പൊസഷൻ നഷ്ടപ്പെടുത്തിയ ഒരു സിറ്റുവേഷനിൽ ഐ തിങ്ക് നവോബയാന്ന് തോന്നുന്നു ലെഫ്റ്റ് വിങ്ങിലൂടെ മുന്നേറി വന്നപ്പോഴത്തേക്കും
ഹുവാൻ അവിടെ കമ്മിറ്റ് ചെയ്യാനൊന്ന് ഒരു ഡബിൾ മൈൻഡിൽ നിന്നു. കമ്മിറ്റും ചെയ്തില്ല, അങ്ങോട്ട് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഡിലേ വന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ആക്ച്വലി ആ ഒരു റോബിൻസന്റെ ചാൻസ് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും റോബിൻസൺ ആ ഒരു റണ്ണ് മേക്ക് ചെയ്യുമ്പോൾ ആ റോബിൻസനെ ട്രാക്ക് ചെയ്യാൻ ഹുവാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ആ ഒരു റണ്ണ് നിങ്ങൾ നോക്കി അറിയാം, ഇങ്ങനെ ഡിഫൻഡറിന് ഈ ഒരു ആംഗിളിലാണ് ആ പ്ലെയർ ആ റണ്ണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ട്രാക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും പാടാണ്. പക്ഷേ ഒരു ക്വാളിറ്റി ഫോറിൻ സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസിന്റെ ലീഡർ ആവാൻ വേണ്ടി നമ്മൾ സൈൻ ചെയ്തൊരു പ്ലെയർ എന്ന രീതിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ റണ്ണുകളൊക്കെ ട്രാക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് എങ്ങാനും റോബിൻസൺ ആ ഒരു റൺ മേക്ക് ചെയ്ത് ആക്ച്വലി ആ ക്രോസിൽ കണക്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ജയം ഒരുപക്ഷെ ഒരു തോൽവിയിൽ അവസാനിച്ചേനെ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് പറയും? ഒരു പ്ലെയർ ആദ്യമായിട്ട് ക്ലബിലേക്ക് വന്ന ആദ്യ മത്സരം കളിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് പിക്കപ്പ് ചെയ്ത് പറയുന്നത് കുറച്ച് ഹാർഷാണെന്ന് എനിക്കറിയാം. എസ്പെഷ്യലി ആ പ്ലെയർ ഒരു വിന്നിങ് അസിസ്റ്റ് നൽകിയ മത്സരത്തിൽ. ആൻഡ് തീർച്ചയായിട്ടും ഹുവാൻ ആ ഒരു എഫേർട്ട് എടുത്ത് ഒരു റൈറ്റ് ബാക്ക് കളിക്കേണ്ട പൊസിഷനിലാണ് അവിടെ വന്നിട്ട് ആ ഒരു ക്രോസ് ഇടുന്നത്. അതൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ നല്ലൊരു മികച്ച ക്രോസ് ആയിരുന്നു അത് ഒബിയേറ്റ വലയിൽ എത്തിക്കുകയും ചെയ്തു. ആ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും ഞാൻ കണ്ടില്ലെന്ന് അടിക്കുന്നില്ല. ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ ചില ഫാൻസ് തന്നെയാണ് ഈ ഒരു പെർഫോമൻസിന് ശേഷം അവർ ഇതിനെക്കുറിച്ച് ഒരുപാട് വലിയ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ഫാൻ എഡിറ്റുകൾ ഉണ്ടാക്കും, സോഷ്യൽ മീഡിയയിൽ അമ്മാതിരി കമന്റുകൾ ഇടും. അങ്ങനെ ഒരു ഹൈപ്പ് ഈ പ്ലെയറിനെ ചുറ്റിപ്പറ്റി നമ്മൾ ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഹുവാനെ കുറിച്ച് ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ പ്ലെയർ പ്രസ് റെസിസ്റ്റന്റ് ആണോ? ഒരു ടീം പ്രസ് ചെയ്യുവാണെങ്കിൽ ഹുവാൻ ഈ സെയിം എബിലിറ്റിയിലൂടെ ബോൾ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു സെറ്റ് പീസ് സിറ്റുവേഷനിലൊക്കെ ഈ ടീമിന്റെ ഡിഫൻസിന്റെ ലീഡർ ആവാനുള്ള ആ ഒരു ലീഡർഷിപ്പ് എബിലിറ്റി ഈ പ്ലെയറിലുണ്ടോ? ഈ ഒരു മാച്ചിൽ നമ്മളെ സെറ്റ് പീസുകളിൽ നിന്നൊന്നും അങ്ങനെ വലിയ ടെസ്റ്റിംഗ് ഒന്നും ആരും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ? അതുപോലെ തന്നെ ഡിഫൻസിന്റെ പിന്നിലേക്ക് ചില ടീമുകൾ റണ്ണുകൾ മേക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഓഫ് സൈഡ് ലൈനിനെ മാർഷൽ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഈ പ്ലെയറിനുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഈ പെർഫോമൻസോ അസിസ്റ്റോ ഒന്നും നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മത്സരം നമ്മളിങ്ങനെ ജയിക്കുമ്പോൾ അതിൽ ആഘോഷത്തിൻ്റെ ഒരു വകയുണ്ട്. പക്ഷേ ഈ പ്ലെയറിന് സെറ്റിൽ ആവാൻ ഒരു സമയം നിങ്ങൾ കൊടുക്കുക. കാരണം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം നമ്മുടെ ഡിഫൻസ് കടന്നുപോയ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനുകളുണ്ട്. ഈ സീസണിലും ഞാൻ എഴുതി തരാം, നമ്മൾ പ്രതിസന്ധികൾ എന്തായാലും നേരിടും. നമ്മൾ അങ്ങനത്തെ ഒരു ടീമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കൊരു സ്റ്റെബിലിറ്റിയോ ഒരു ബാലൻസോ ഇതുവരെ വന്നിട്ടില്ല. ഏത് ഡിഫൻഡറും ആയിക്കോട്ടെ വിശ്വസിക്കാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓവർ ഹൈപ്പോ ഓവർ പ്രതീക്ഷകളോ ഒന്നും വെക്കാണ്ടിരിക്കുക, സമയം കൊടുക്കുക. ഹുവാന്റെ ആ ഒരു മാച്ച് ഷാർപ്നെസ്സിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിലും കോൾഡോ ഒബിയേറ്റ, ഐ എൻജോയ്ഡ് ദാറ്റ്. ഇത് ഒബിയേറ്റ ആ ഒരു വിന്നിംഗ് ഗോൾ അടിച്ചുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് പറയുന്നതല്ല. ആ ഒരു ഗോൾ നമ്മൾ മാറ്റി വെച്ചാലും ആ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇന്ന് ഒബിയേറ്റ തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹുവാന് ഹൈപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ ഞാൻ എന്തുകൊണ്ടാണ് ഒബിയേറ്റനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ബിക്കോസ് ഒരു മോമെന്റിൽ ഞാനൊരു വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഒബിയേറ്റയിൽ കണ്ടു. ലോകത്തെ മറ്റേത് സ്ട്രൈക്കറിനെ നിങ്ങൾ എടുത്താലും, ഒരു ഹാരി കെയ്നോ ഒരു എർലിംഗ് ഹാലൻഡോ അങ്ങനെ ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡിനെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരാരെങ്കിലും ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇങ്ങനെ ഒരു ടച്ച് പുറത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചാണ്. പിന്നെ എന്തുകൊണ്ട് ഒബിയേറ്റ അങ്ങനെ ഒരു സാധനം പുറത്തെടുത്തപ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കണം? മലയാളത്തിൽ ആക്ച്വലി ഇത് എങ്ങനെയാണ് കറക്റ്റ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇംഗ്ലീഷിലൊരു ടേം ഉണ്ട്, പ്ലേയേഴ്സ് ഹു പ്ലേ വിത്ത് ദെയർ ബാക്ക് ടു ഗോൾ. അതായത് ഇവിടെയാണ് ഗോളെങ്കിൽ ഇങ്ങനെ കളിക്കുന്ന സ്ട്രൈക്കേഴ്സ്, ഇവിടെ ഡിഫൻസ് ആയിരിക്കും ഇങ്ങനെ ബോൾ റിസീവ് ചെയ്യുക, ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കളിയിലേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ആക്ച്വലി ഡിഫൻസിന്റെ പിന്നിലോട്ട് റണ്ണുകൾ മേക്ക് ചെയ്യാനുള്ള ടച്ചുകളും പാസുകളും നൽകുക. അവരെപ്പോഴും ഗോളിനെ ഫേസ് ചെയ്തായിരിക്കില്ല, കുറച്ച് ഇങ്ങനെ ആയിരിക്കും കളിക്കുക. കാരണം അവരുടെ മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലിങ്ക് പ്ലേയും അങ്ങനത്തെ ബിൽഡപ്പും ഒക്കെയാണ്. ആൻഡ് ആ ഒരു മോഡലിലുള്ള സ്ട്രൈക്കറാണ് ഒബിയേറ്റ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹേസസ് ഹിമെനസിനെ പോലെ ആ ഒരു പ്രൊഫൈലിലുള്ള പ്ലെയർ ആയിരിക്കില്ല ഒബിയേറ്റ എന്ന്. ആൻഡ് ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ വളരെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും, ലിങ്ക് പ്ലേയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, അതൊക്കെ എനിക്ക് അറിയായിരുന്നു. പിന്നെ രണ്ട് ചാനലും നല്ലോണം വർക്ക് ചെയ്യും, അതും നമ്മൾ കണ്ടു. രണ്ട് വിങ്ങിലോട്ടും ഓടി നല്ലോണം വർക്ക് ചെയ്ത് ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ഒരു ട്രഡീഷണൽ നമ്പർ 9 ചെയ്യേണ്ടതല്ലാത്ത പല കാര്യങ്ങളും പുള്ളിക്ക് ചെയ്യാൻ കഴിയും, നല്ലോണം വർക്ക് ചെയ്യും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ആൻഡ് അതൊക്കെ ഒബിയേറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു ടച്ച് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് ഹാഫിൽ രണ്ട് മോമെന്റിൽ നിഹാലിനും ലൂണയ്ക്കും രണ്ട് ബോളുകൾ ഒബിയേറ്റ നൽകി. കുറച്ചൊന്ന് ഡീപ്പായിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ആ ഡിഫൻഡറിനെ അട്രാക്ട് ചെയ്തിട്ട് ആ ഒരു സ്പേസിലേക്ക് ഈ പ്ലെയേഴ്സ് ഓടുമ്പോൾ അങ്ങനെ നൽകിയ പാസ്. നിഹാലിനുള്ള പാസ് ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ത്രൂ ബോൾ ആയിരുന്നു. പക്ഷെ ലൂണയ്ക്ക് കൊടുത്ത ആ ഒരു ബോൾ ഉണ്ട്, ശരിക്കും ബോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ഒബിയേറ്റഡ് ബോഡി ഒന്ന് നൈസായിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇങ്ങോട്ട് ഒരു ബോൾ കൊടുത്തു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് ലൂണ ഒരു റണ്ണ് മേക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ അത്രയും മൈൻഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റന്റിൽ അത് വർക്ക് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതൊരു വേൾഡ് ക്ലാസ് എബിലിറ്റി തന്നെയാണ്. അത് വേറൊരു ലോകത്തിലെ ഏതൊരു സ്ട്രൈക്കർ ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര വണ്ടർ അടിക്കും. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അത്ര എളുപ്പമല്ല അത് ചെയ്യാൻ. എസ്പെഷ്യലി ഇങ്ങനെ ഒരു ആദ്യമായിട്ട് ഈ ടീമിലേക്ക് വരുന്ന ഒരു പ്ലെയറാണ്, ഒരു സ്ട്രൈക്കറാണ്. ശരിക്കും അങ്ങനെ ഒരു മൊമെന്റ് നമ്മൾ കാണുമ്പോൾ ലൂണയും ഒബിയറ്റയും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു കണക്ഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, ഈ കളിയിൽ ത്രൂ ഔട്ട് ബിൽഡപ്പ് പ്ലേയും കാര്യങ്ങളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഷാർപ്പും എനർജി, എന്തൂസിയാസം, ആ ഭയങ്കര ഷാർപ്നെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇത്ര നാൾ കളിയായിരുന്നു, വലിയ ഓഫ് സീസൺ ആയിരുന്നു, അവർ എത്രത്തോളം ഷാർപ്പാണെന്ന് നമുക്ക് അറിയില്ലെന്നൊക്കെ. പക്ഷെ ഒബിയറ്റ ഏകദേശം ഒരു ലീഗിൽ ഒരു 20 മത്സരം കളിച്ച ഒരു പ്ലെയറിന്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷനിലേക്കാണ് കളിക്കുന്നത്. ആൻഡ് ഒബിറ്റേനെ നമ്മൾ നമ്മുടെ ടീമിന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് നിർത്തിയിട്ട് നമ്മുടെ ബാക്കിയുള്ള അറ്റാക്കേഴ്സിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒബിറ്റയുടെ ഈ ഒരു ക്വാളിറ്റി അവർക്ക് എല്ലാവർക്കും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അവർക്ക് ഗോൾ അടിക്കാനും അസിസ്റ്റുകൾ നേടാനും ഒക്കെയുള്ള പുതിയൊരു അവസരമായിരിക്കും ഇത്. കാരണം നോവയ്ക്ക് ഇൻസൈഡ് കട്ട് ചെയ്യാൻ താല്പര്യമുള്ള പ്ലെയറാണ്. ടിയാഗോ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ലൂണയ്ക്ക് ഡിസ്റ്റൻസിൽ നിന്ന് ഷോട്ടുകൾ അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോക്സിലേക്ക് ലേറ്റ് റണ്ണുകൾ മേക്ക് ചെയ്യാൻ പറ്റും. ഡിഫൻസിന്റെ പിന്നിലേക്ക് റണ്ണുകൾ മേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്ട്രൈക്കർ വരികയാണെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിന് അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് അത് ഞാനൊരു സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല. ആ 2 സേവുകൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ വലയിൽ കയറിയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു പെർഫോമൻസിന് തീർച്ചയായിട്ടും ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓരോ പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇന്നങ്ങും ഇവിടെ ഒന്നും അവസാനിക്കില്ല. നമ്മൾ കഴിഞ്ഞ സീസണിൽ ആക്ച്വലി മത്സരങ്ങൾക്ക് ശേഷം പ്ലെയർ റേറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ലൈനപ്പിലെ ഓരോ പ്ലെയറിന്റെയും പെർഫോമൻസിനെ മാത്രം നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് 10ൽ ഒരു മാർക്ക് കൊടുത്തിട്ട് പ്ലെയർ റേറ്റിംഗ്സ് നിങ്ങൾ ചാനൽ എടുത്ത് നോക്കിയാൽ, പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആ വീഡിയോസ് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോഴും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പ്ലെയർ റേറ്റിംഗ്സ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത കളിയോട്ട് ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആയിക്കോട്ടെ, ഞാൻ പറയാണ്ട് വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ കമന്റിലൂടെ എന്നോട് പറയാം. നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലെ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ മൈ ബ്രോ. ബൈ ഫോർ നൗ.